ചാനൽ ട്രിനിറ്റി വോയിസ്. എൻ്റെ പ്രിയനേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി. എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി. ആയിരം പതിനായിരങ്ങളിൽ അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. ആയിരം പതിനായിരങ്ങളിൽ അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. ആർപ്പുവിളി കേട്ടിടാറാൻ, കാഹളം മുഴക്കിടാറാൻ, ദൂതന്മാർ കാഹളം മുഴക്കിടാറാൻ. ഉണർന്നു ദീപം തെളിച്ചു കൊള്ളുക, വാതിലടയ്ക്കാറായി കൃപയുടെ വാതിലടയ്ക്കാറായി. ഉണർന്നു ദീപം തെളിച്ചു കൊള്ളുക, വാതിലടയ്ക്കാറായി കൃപയുടെ വാതിലടയ്ക്കാറായി. ഇന്ന് സൺഡേ സ്പെഷ്യലാണ് രൂത്ത് ആൻഡ് എസ്തർ. രൂത്തിൻ്റെയും എസ്തറിൻ്റെയും സംഭവ കഥകളാണ് നമ്മളിവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സെഷനാണെങ്കിൽ രൂത്ത്, സെക്കൻഡ് സെഷൻ എസ്തർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഥ വായിച്ചു. ഇതിനകത്ത് നമ്മൾ തമ്പനയിലൊക്കെ കൊടുക്കുന്ന ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കും. ആ ചോദ്യങ്ങളുടെ ഉത്തരം മിക്കവാറും ആ പുസ്തകത്തിലോ അല്ലെങ്കിൽ നമ്മൾ അന്നന്ന് വായിക്കുന്ന ആ വേദഭാഗങ്ങളിലോ ആ ചോദ്യത്തിന് ഉത്തരം കാണും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ നിങ്ങൾ ഇത് വാച്ച് ചെയ്യണം. വാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ രേഖപ്പെടുത്തിയാൽ നമുക്ക് അത്രത്തോളം ബിബ്ലിക്കലായിട്ടുള്ള അറിവും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത് വാക്യം. രൂത്ത് ചാപ്റ്റർ 4 വേഴ്സ് 6. അതിന് വീണ്ടെടുപ്പുകാരൻ എനിക്ക് അത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല, എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തുകൊള്ളുക, എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. And the kinsman said, I cannot redeem it for myself, lest I mar mine own inheritance. Redeem thou my right to thyself, for I cannot redeem it. ഇനി സെക്കൻഡ് സെഷൻ. എസ്തറിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത് വാക്യം. എസ്തർ ചാപ്റ്റർ 3 വേഴ്സ് 3. അപ്പോൾ രാജാവിൻ്റെ വാതിൽക്കലെ രാജഭൃത്യന്മാർ മൊർദെഖായിയോട്, നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. Then the king's servants which were in the king's gate said unto Mordecai, why transgressest thou the king's commandment? ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടൻസും കൂടെ നോക്കാം. രൂത്ത് ചാപ്റ്റർ 4 വേഴ്സ് 6 തന്നെ. അതിന് വീണ്ടെടുപ്പാൻ എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയും. അപ്പം 2 വീണ്ടെടുപ്പുകാരനാണല്ലോ ഉള്ളത്. ഒന്ന് ബോബസ്, ഒന്ന് വേറൊരു വീണ്ടെടുപ്പാൻ. അങ്ങനെ 2 പേരാണുള്ളത്. അതിന് വീണ്ടെടുപ്പാൻ അതെനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ മുമ്പത്തെ വാക്യത്തിൽ പറയുന്നുണ്ടായിരുന്നു, എലീമേലെക്ക് നവോമിയുടെ ഹസ്ബൻഡ് നിലം വിൽക്കാൻ പോവാണ്. അപ്പോൾ ആ നിലം വിൽക്കുമ്പോൾ ആ നിലവും
വീണ്ടെടുക്കണം. പിന്നെ നവോമിയുടെ നവോമിയുടെ മകൻ്റെ ഭാര്യയും വീണ്ടെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞു, എനിക്കത് വീണ്ടെടുക്കാൻ കഴിയില്ല, എൻ്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആകയാൽ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തു കൊള്ളുക, എനിക്ക് വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് ബോവസിനോട് പറയുന്ന ഒരു സന്ദർഭമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് പോർഷനും കൂടെ നോക്കാം. ആൻഡ് ദ കിൻസ്മാൻ said, I cannot redeem it for myself, lest I mar mine own inheritance. Redeem thou my right to thyself, for I cannot redeem it. ഇനി നമുക്ക് സെക്കൻഡ് സെഷൻ എസ്തേർ 3:3 നോക്കാം. എസ്തേർ ചാപ്റ്റർ 3 വേഴ്സ് 3. അപ്പോൾ രാജാവിൻ്റെ വാതിൽക്കലെ രാജഭൃത്യന്മാർ മൊർദെഖായിയോട്, നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഇവിടെയാണെങ്കിൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ രാജാവിൻ്റെ വാതിൽക്കൽ രാജഭൃത്യന്മാർ വരെ മൊർദെഖായിയോട് ചോദിക്കുകയാണ്, നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അപ്പം അത് ഇങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചില്ലെന്നുള്ളത് തന്നെയാണ് വിഷയം. നമ്മൾ കഴിഞ്ഞ വാക്യഭാഗത്ത് നമ്മളത് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചോദിക്കുന്നത്, എന്തിനാണ് മൊർദെഖായിയോട് രാജകൽപ്പന ലംഘിക്കുന്നതെന്ന് ചോദിച്ചു. ഇനി അതിൻ്റെ അപ്പം നമുക്ക് ആ സന്ദർഭം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് പോർഷനും കൂടെ നോക്കാം. Then the king's servants which were in the king's gate said unto Mordecai, Why transgressest thou the king's commandment? അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. God bless you abundantly.